സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 സവാള, ഒരു 2 തക്കാളി, ഒറ്റ വിസിൽ കുക്കറിലേക്ക് ഇട്ട് പെട്ടെന്ന്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മല്ലിപ്പൊടിയിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഉണക്കിട്ട് ടൈമിലേക്ക് വെക്കുക. ഒറ്റ വിസിൽ. സമയം ഏകദേശം 4 മിനിറ്റ്. ഇതിനൊരു പാട്ട റൈസ് ഉണ്ട്, അപ്പൊ 2 പാട്ട വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിലും കൊടുത്ത് അപ്പൊ അത് വിസിൽ പോട്ടെ. അപ്പൊ അതിനവിടെ വെള്ളം തിളക്കാനുള്ള ടൈം ആവും. ഏലക്കും ഗ്രാമ്പും അതിലേക്ക് കേട്ടോ. നമ്മൾ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടാ. എന്തായി? ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അരി നമ്മള് കുതിർത്ത് വെക്കൊന്നും വേണ്ട, ഒന്നും കഴുകിരുത്താം. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചോറ് ശേഷം വെള്ളം പറ്റി വന്നിട്ട് ഇത് ഇറക്കി വെക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. മസാലക്കുള്ള ചെമ്പ് കയറ്റി വെച്ച് സമയം 17 മിനിറ്റ് കഴിഞ്ഞു. ആവശ്യത്തിന് ഓയിൽ, നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സവാള, തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് കയ്യിൽ 1 സ്പൂൺ കേട്ടോ. മുളക് പൊടിനേക്കാൾ ബെസ്റ്റ് ബിരിയാണിക്ക് പച്ചമുളകാണ്. പച്ചമുളക് ഏറ്റവും നല്ലത്. കുറച്ച് കേട്ടോ, കുറച്ച് തൈര് വേണ്ട, കുറച്ച് ലേശം കേട്ടോ. വെള്ളം. അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സമുദ്ര ബിരിയാണി മസാല ആണ്. 1 ടേബിൾ സ്പൂൺ. നമ്മൾ 1 കിലോ ഇറച്ചിയുണ്ട്. കൊടുക്കാം. സമയം ഇപ്പോ 26 മിനിറ്റ് കഴിഞ്ഞു. ഇന്ന് മൂടി വെക്കുക. 32 മിനിറ്റ് ആയി. മല്ലിയില, പുതിന, കറിവേപ്പില, ഒരു 1/2 മുറി നാരങ്ങ കേട്ടോ. നമ്മുടെ ഇറച്ചി പീസാണ്. റൈസ് നമ്മൾ നേരത്തെ വറ്റിച്ച് വെച്ചതാണ്. കുറച്ച് സമുദ്ര ബിരിയാണി മസാല കുറച്ചിടാം. ഈ മസാല കൊടുക്കുമ്പോൾ റൈസിലേക്ക് കൂടി കേറിയിട്ടുണ്ടോ. ഇനി ബാക്കി റൈസും കൂടി 48 മിനിറ്റ് വരും. മാക്സിമം 10 മിനിറ്റ് കൂടുതൽ വേണ്ട. ചെറുതായി ചൂട് മേലേക്ക് കയറിയാൽ മതി. സാധാ ഈ മസാല നീരില്ലേ, ആ നീര് ചോറിലേക്ക് കുറച്ചു കുടിച്ചാൽ മതി. ചോറ് ദമ്മ് കുടിക്കാൻ പോകുന്നു. ഇപ്പൊ സമയത്ത് പോകും 1 മണിക്കൂർ 4 മിനിറ്റ്. 1 മണിക്കൂർ തന്നെ അല്ലേ? കറക്റ്റ് മണിക്കൂർ കൊടുക്കാൻ പറ്റും. നമുക്ക് കൊടുക്കാൻ പറ്റും. ദമ്മ് കിട്ടുന്ന സെറ്റ് ആണ്. സ്മെല്ല് സുഖം. വിളമ്പണ സമയത്ത് തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട്. ഇവിടെ കാണുമ്പോൾ ആവിക്ക സ്മെല്ല് പറക്കുന്ന സമയത്ത് സംഭവം കൊള്ളാം.